Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ഏവർക്കും ലെനോറയുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ. NOC ആവശ്യത്തിനെത്തുന്നവരെ വട്ടം കറക്കി നിലമ്പൂരിലെ വനം വകുപ്പ് ജീവനക്കാർ. വനമേഖലയോട് ചേർന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ താമസിക്കുന്ന നിലമ്പൂർ, ഏറനാട്, വണ്ടൂർ മണ്ഡലങ്ങളുടെ പരിധികളിൽ നിന്നും എത്തുന്നവരെയാണ് നിലമ്പൂർ നോർത്ത്, സൌത്ത് ഡിവിഷനുകളിലെ വനം വകുപ്പ് ജീവനക്കാർ വട്ടം കറക്കുന്നത്. വനം വകുപ്പ് നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് വനം വകുപ്പിന്റെ നിരാക്ഷേപ പത്രത്തിന് അപേക്ഷ നൽകുന്നവരാണ് ഇതിനായി മാസങ്ങളോളം വനം വകുപ്പ് ഓഫീസുകളിൽ കയറിയിറങ്ങുന്നത്. ഡെപ്യൂട്ടി റേഞ്ചർ എന്നിവർ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം ഡിവിഷൻ ഓഫീസിലേക്ക് എത്തിയാൽ പിന്നെ ഫയൽ അനങ്ങാൻ മാസങ്ങളെടുക്കും. ഫയൽ എന്തായി എന്ന് അപേക്ഷകൻ ചോദിച്ചാൽ എത്തിയിട്ടില്ല എന്നായിരിക്കും ആദ്യ മറുപടി. പിന്നീട് ഡെപ്യൂട്ടി റേഞ്ചർ എന്നിവരെ കണ്ടാൽ ഞങ്ങൾ റേഞ്ചിൽ നിന്നും ഡിവിഷനിലേക്ക് അയച്ചു എന്ന മറുപടിയും ലഭിക്കും. എന്നാൽ ഇവിടെ നിന്നും ഫയൽ നീങ്ങണമെങ്കിൽ കാണേണ്ടവരിൽ ചിലരെ കാണേണ്ട പോലെ കാണണമെന്നാണ് മുൻപ് NCO ലഭിച്ചവരിൽ ചിലരുടെ മറുപടി. അടിയന്തര ആവശ്യങ്ങൾക്കായി ഭൂമി വിൽപ്പന നടത്തുന്നവർ ഉൾപ്പെടെയുള്ളവരാണ് ഏറെ പ്രയാസപ്പെടുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് യഥാസമയം പരിഹാരം കാണാനാണ് സർക്കാർ ജീവനക്കാരെ നിയമിക്കുന്നത്. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നുമാണ് ഇവർക്ക് ശമ്പളം നൽകുന്നത്. എന്നാൽ നിലമ്പൂരിലെ വനം വകുപ്പ് ഓഫീസുകളിൽ ചെയ്യുന്ന ജോലിക്ക് പ്രത്യുപകാരം ആവശ്യപ്പെടുന്ന ചില ജീവനക്കാരുണ്ട്. 500ഉം 1000ഉമെല്ലാം നൽകിയാണ് തങ്ങൾ NOC വാങ്ങിയതെന്ന് പറയുന്ന നിരവധി പേർ നിലമ്പൂർ മേഖലയിലുണ്ട്. വനം മന്ത്രിയും വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും വേണം ഇത്തരം അഴിമതിക്കാരെ കടിഞ്ഞാണിടേണ്ടതും ജനങ്ങൾക്ക് വനംവകുപ്പിൽ നിന്നും നൽകേണ്ട രേഖകൾ യഥാസമയം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും. വനംവകുപ്പിന് വിജിലൻസ് വിഭാഗമുണ്ടെങ്കിലും അത് പേരിൽ മാത്രം ഒതുങ്ങുന്ന അവസ്ഥയിലാണ്. നിരവധി അപേക്ഷകർ വനം വിജിലൻസിന് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നേരിട്ട് പണം കൈപ്പറ്റുന്നതിന് തടയിടാനാണ് NOCയുടെ പേരിൽ സ്വകാര്യ വ്യക്തികളെ ഏജന്റുമാരാക്കി വെച്ചിട്ടുള്ളത്. ഇവരിൽ പലരെയും വനംവകുപ്പ് ഓഫീസ് പരിസരത്ത് കാണുകയും ചെയ്യും. വലിയ തുകയാണ് ഇവർ NOCയുടെ പേരിൽ ആവശ്യക്കാരിൽ നിന്നും വാങ്ങുന്നത്. ഇതിൽ നിന്നും കൃത്യമായ വിഹിതം ലഭിക്കുന്ന ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണയാണ് ഇവർക്ക് ലഭിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. ജീവിത പ്രയാസങ്ങൾ മൂലം പ്രയാസപ്പെടുന്ന സാധാരണക്കാരന്റെ പോക്കറ്റിൽ കൈയിടുന്ന ഇവരെ നിയന്ത്രിക്കാൻ നടപടി ആവശ്യമാണ്. കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആ ദിവസത്തെ ജോലിയും വേണ്ടെന്ന് വെച്ചാണ് അപേക്ഷകർ വനംവകുപ്പ് ഓഫീസുകളിൽ എത്തുന്നത്. എന്നാൽ പിന്നെ വരാനാണ് പതിവ് മറുപടി. അപേക്ഷയുടെ പേരിൽ 20 തവണയിലേറെ ഓഫീസ് കയറിയിറങ്ങിയവരുമുണ്ട്. ഈസ്റ്റ് ലൈഫ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.